എഴുതിക്കോ. അമ്മ അമ്മ അടുക്കളയില് ശല്യം ചെയ്യട്ടെ. അമ്മയടുത്ത് പറ ഡാഡി പോയിന്ന് പറഞ്ഞു കേട്ടാ. പോവാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുമായിരുന്നു ഓരോ കാര്യങ്ങളുമായിട്ടേ. ഞാൻ ഓർത്തല്ല ഒന്നും പറയാതെ അങ്ങ് പോണേന്ന്. മക്കളെ അകത്ത് പോയിരുന്ന് പഠിക്കേ കേട്ടോ. ഇവിടെ വേണ്ട ഭയങ്കര ഈച്ചയും കൊതുവും ഒക്കെ അകത്ത് പോയി പഠിക്കുക. എന്താ ഇന്നലെ നീ പുറത്തോട്ട് വല്ലതും പോയോ വൈകുന്നേരം? ഒരു നീല സാരി ഉടുത്തിട്ട് പോയ. ഇന്നലെ എന്നോട് 1-2 പേര്, അതിൽ പ്രധാനമായിട്ടും നമ്മളെ മിലിറ്ററി നടരാജൻ മാമനില്ലേ, നടരാജൻ മാമൻ്റെ ഭാര്യ ഇന്നലെ എന്നോട് പറയുന്നത്, ക്ലീറ്റോയുടെ ഭാര്യ ഇന്നലെയാണ് ഞാനൊന്ന് ശരിക്കും ഒന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. പഴയ ഹിന്ദി സിനിമ നടി ഹേമമാലിനിയെ പോലെ ഉണ്ട്. ഞാനങ്ങനെ ഇന്നലെ ഹേമമാലിനിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കി. സത്യം, ഇതേ കണ്ണ്, ഇതേ മൂക്ക്, ഇതേ നെറ്റി. ശരിക്കും നീ ഹേമമാലിനിയെ കുറച്ചുകൂടെ സുന്ദരിയാണോ? സത്യം എന്നങ്ങ് എന്ത് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നീ വല്ല ഹിന്ദി സിനിമ ആടിയോ മലയാളം സിനിമ ആടിയോ വല്ല സിനിമ നടന്മാരൊക്കെ കിട്ടിപ്പോയേനെ. എൻ്റെ ഭാഗ്യമല്ലേ നീ. പണ്ടിങ്ങനെ കാവ്യമാധവൻ എന്നൊക്കെ പിള്ളേര് പറയുമായിരുന്നു. ഉണ്ട് തങ്കം. രണ്ട് ഈ സൈഡ് കാവ്യമാധവൻ, ഈ സൈഡ് ഹേമമാലിനി. ഡബിൾ റോൾ ചെയ്യാം. നമ്മളിപ്പോ എന്താ അതൊക്കെ ചെയ്യാൻ പോണു. പക്ഷെ ഇപ്പൊ ചെയ്യണം, സൂക്ഷിച്ച് ചെയ്യണം. കൈ മുറിയുക അല്ലെങ്കിൽ കേട്ടാ. ചെയ്യണേ. അയ്യോ പോവല്ലേ. കൈ മുറിഞ്ഞോ? അല്ല പൈസ എവിടെ? പൈസ ഇന്നലെ ഞാൻ പറഞ്ഞാണ് എനിക്ക് ഇന്ന് പൈസ തന്നെ ഒന്ന്. പറഞ്ഞല്ലോ, ശരിയാണ്. തങ്കം പറഞ്ഞു. പക്ഷേ പൈസ ഉണ്ടല്ലോ തങ്കം. പൈസ ഇന്ന് കുറച്ച് പൈസ വരാനുണ്ട്. ഇതിന് എന്തെങ്കിലും വരണമെങ്കിൽ നമുക്ക് മറിയാം. ക്ലീറ്റോ കളിക്കരുത്. മര്യാദക്ക് എന്റെ പൈസ തന്നോ. ഞാൻ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ട് കഴിഞ്ഞ ദിവസം പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട്. ക്ലീറ്റോ കൈയും കാലം പിടിക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് ഞാൻ നിങ്ങൾക്ക് തരും. എന്നിട്ട് എനിക്ക് ഒരാവശ്യം വരുമ്പോൾ ഞാൻ നാട് നീളെ ഇറങ്ങി തെണ്ടണം. തങ്കം, നീ ഇങ്ങനെ ഈ സമയത്ത് എല്ലാം ഈ തലേ ദിവസം പറഞ്ഞ ഒരു മാസം മുമ്പെങ്കിലും പറയണ്ടേ ഈ പൈസ വേണമെങ്കിൽ. അപ്പൊ ക്ലീറ്റോ സമയത്ത് വന്നല്ലേ എന്നോട് ചോദിക്കുന്നത്? 1 മാസം മുമ്പ് പറഞ്ഞിട്ടാണ് എന്റെ പൈസ മേടിച്ചിട്ട് പോണേ. എന്നെ പോലെയാണ് എന്റെ തിരക്കും നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴാണ് പറഞ്ഞത് അറിയില്ല. അതുപോലെ ക്ലീറ്റോ ഹേമമാലിനിയൊക്കെ ഇപ്പൊ മാറും. എന്റെ സ്വഭാവം വെറുതെ മാറ്റരുത്. അത് മാറ്റിയ കൊള്ളൂല. നിനക്ക് ഹേമമാലിനി പൈസ എടുക്കും ക്ലീറ്റോ. എന്റെ തങ്കം, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പൈസ കിട്ടാറുണ്ട്. അത് കിട്ടുമെങ്കിൽ ഞാൻ തരാം. കിട്ടൂലെന്ന് എനിക്ക് അറിയാലോ. നീ ഒരു കാര്യം ചെയ്യും, ലില്ലി കില്ലി അവക്ക് കൊടുക്കാനാ പൈസ. അവക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ അവൾ തന്നെ ഇടാൻ പറഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. അവൾ ഇട്ടോളൂ. ക്ലീറ്റോ, കുടുംബശ്രീയിലെ പൈസ അവളാണ് സെക്രട്ടറി. ഞാൻ 1500 രൂപ കൊടുക്കാനുണ്ട്. ആ പൈസക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവൾ എന്നോട് ചോദിച്ചു. ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് നാണം കെട്ട് നിന്നു. ഇന്ന് 5 മണിക്കുള്ളിൽ കൊടുക്കണം. അപ്പൊ കനകന്റെ അടുത്ത് ചോദിച്ചേ. ക്ലീറ്റോ പൈസ എടുക്കാതെ എവിടെയും പോകില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് സത്യത്തിൽ ഞാൻ പറഞ്ഞ നീ നല്ല മര്യാദയുള്ള കുട്ടിയാണ്. നീ ഇങ്ങനെ ദേഷ്യപ്പെടും. എനിക്ക് ഭംഗി വേണ്ട. ഞാൻ യക്ഷിയാണ്. അതെ, എന്റെ ഒന്നുമില്ല. നീ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനു നടക്കുന്ന ഈ ഫോൺ എടുത്ത് ഞാൻ കളിക്കല്ലേ? ഇതിലാണ് പൈസ വരാനുള്ളതൊക്കെ കാര്യങ്ങൾ ഇതിലാണ് വിളിക്കുന്നത്. ക്ലീറ്റോ, എനിക്ക് ഇന്ന് 5 മണിക്ക് മീറ്റിംഗ് ആണെന്ന്. എനിക്കറിയാം. വൈകുന്നേരം 5 മണിക്ക് അത് പൈസ കിട്ടി ഞാൻ കൊണ്ടുവന്നിരിക്കും. അപ്പൊ കിട്ടിയില്ലെങ്കിലോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ വരൂല. അപ്പൊ നിങ്ങൾ വരൂല. വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പൈസ എവിടെന്നെങ്കിലും ഒക്കെ വരാൻ കുറെ വരാനുണ്ട് തങ്കം. ഞാൻ നോക്കട്ടെ. എനിക്ക് വയ്യ. വേറെ കൂടെ ശ്രമിച്ചോ നീ. എന്നെ മാത്രം എന്തൊരു ഗതി കെട്ടവളാണ് ദൈവമേ. ഞാൻ നാണം കെട്ട് മതിയായി. എനിക്ക് ഒന്നുമില്ലാത്ത മനുഷ്യൻ.
ആഹാ തങ്കമ്മ സൂപ്രണ്ട് കേര കർഷകയായോ? കഴിക്കാൻ എന്തെടുത്താ? തേങ്ങക്ക് എറിയിട്ടുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്റെ കയ്യിൽ നിന്ന്. അതെന്ത് കഴിക്കാൻ ഇനി മുതൽ ഇവിടെ ഒന്നുമില്ല. പിന്നെ ഞാനവിടെ പോയി ചോദിക്കും. ആ എങ്ങോട്ടെങ്കിലും പോയി ചോദിക്കും. നിനക്ക് ഇത് മാത്രമല്ല വീട്, അപ്പുറത്തില്ലേ വീട്? കടയിൽ പോയി കഴിക്കും. ആ അങ്ങനെ വർത്താനം പറയണുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിനുണ്ടല്ലോ ഒരു കാര്യം ചെയ്തു തരാൻ കൊള്ളൂല, ഒരു കാര്യം. ഇതിപ്പോ ഞാനെന്തോ ചെയ്ത് കുടുംബക്കാരെ മൊത്തം അവിടെ ചർച്ച വെച്ച് പറയാ. ഈ കൊടങ്ങാവിള കുടുംബത്തിലുള്ളതല്ലേ ക്ലീറ്റോ? ആ കുടുംബത്തുള്ളതിനെ തന്നെ ശ്രേയിച്ച് കിട്ടിയത്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ പറയാ, എല്ലാം കിടന്ന് പറയാൻ നിൽക്കരുത്. നീ എന്തിനാ എന്നോട് ചോദിക്കണേ? നിന്റെ ആരാ ഞാൻ? ചേട്ടത്തിയമ്മ. നിന്റെ ചേട്ടത്തിയമ്മ അല്ല, ഒരു ഒന്നുമല്ല ഞാൻ. ആവശ്യമുള്ള നിങ്ങളുടെ ചോദിക്കാതെ അനുമാനം ചോദിക്കാൻ റൊണാൾഡോ എനിക്ക് ആകെ ഭ്രാന്തളകി ഇരിക്കുവോ കേട്ടോ. വിശന്ന് പറഞ്ഞു വന്നവരോട് ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവർ ദേഷ്യം എന്റെ അടുത്ത് കാണിക്കരുത്, അത് ശരിയായില്ലത്. അപ്പൊ ഇവിടെ അടുപ്പത്തി വടക്കലാണോ? അതെ കാര്യം പറഞ്ഞതാ. അതെ അതെ ഞാൻ ചെറിയൊരു സഹായത്തിന് വന്നാണ്. ഓ എനിക്ക് മേക്കപ്പ് സാധനം ഇല്ല, അത് എല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഒരു 10,850 രൂപയായി. അപ്പൊ ആ പയ്യനെ വണ്ടിയിൽ അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോകാനാ. അല്ല അവനെ വണ്ടിയിൽ അവൻ പൊക്കോളും. അപ്പൊ അതിന് പൈസ കൊടുക്കണം. 1,500 സഹായിക്കണം. അയ്യോ എന്റെ പൊന്നു തമ്പിയണ്ണ, എന്റെ കയ്യിലില്ല. അല്ലെ ഞാൻ നാളെ പരിപാടി വേണം, നാളത്തെ കഴിഞ്ഞാൽ തരാം. എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ കയ്യിലില്ല. തമ്പിയണ്ണ ഉണ്ടെങ്കിൽ എടുത്ത് തരണേന് എന്താ കുഴപ്പം? അയ്യോ നാളെ രാവിലെ തരൂ. നാളത്തെ കഴിഞ്ഞിട്ട് തരാം. നാളത്തെ കഴിഞ്ഞ് രാവിലെ തരാം. മറ്റന്നാ രാവിലെ? മറ്റന്നാ രാവിലെ. എന്റെ കയ്യിലില്ല. ഇല്ലേ? വണ്ടി വഴി ഞാൻ പൈസ അതെ ഇവിടെ ഉണ്ട്. മറ്റന്നാ രാവിലെ എനിക്ക് തരണം കേട്ടോ. ഓ വളരെ ഉപകാരമുണ്ട്. 1,500. നീ ആറ്റിക്കളഞ്ഞാൽ അളന്നു കൊള്ളണമല്ലോ. നോക്കട്ടെ. നിങ്ങളെ മേക്കപ്പ് സാധനം എല്ലാവർക്കും പറ്റത്തില്ല. അതെ അതെ ഞാനും വരുന്നു. നാരായണ കഴിക്കണം. മോനെ റൊണാൾഡേ, തമ്പിയണ്ണം പൊക്കോ. തമ്പിയണ്ണം പൊക്കോ. ഞാനാ മോനാ? എന്ത് ബാ, എന്തിന്? കഴിക്കാൻ തരാം. പുട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നു, വാ. എന്തിയടാ, നിന്റെ ചേച്ചിയല്ലേ? ഞാൻ വഴക്കൊക്കെ പറയും, എന്ന് വെച്ചാൽ എനിക്ക് എന്റെ കൊച്ചിനോട് സ്നേഹം ഇല്ലാതിരിക്കോ? കൊച്ചോ? ബാ. എങ്ങോട്ടേലും പോയിട്ടുണ്ടാ? രാവിലെ തേരാപ്പാര നടക്കലല്ലേ പണി. കുഴപ്പമില്ല, അടുക്കള ജോലി ഉണ്ടോ ചെയ്തോ, ഞാൻ ഇപ്പൊ തിട്ടോളാം. വേണ്ട, എന്റെ കണ്ണടഞ്ഞിട്ട് മതി നീ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത്. അങ്ങനെയല്ല, ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ. കഴിച്ചോ? ഞാൻ കഴിച്ചു. അങ്ങോട്ട് പപ്പടം വേണമായിരുന്നോ? വേണ്ട, എന്താ പയറും പുട്ടും പപ്പടവും. പിന്നെ ബാക്കി പൈസ ഉണ്ടോ? ഏത് പൈസ? തമ്പിയണ്ണന് കൊടുത്തതിന്റെ ബാക്കി 1,500 രൂപ. ഇല്ല. ഇല്ലേ? 1,500 രൂപ കൊടുത്തത്. അത് തന്നെ വണ്ടി അവിടെ 2 ബൈക്കിന്റെ അലോയ് വീല് പഴയത് കിടപ്പുണ്ട്. ഞാൻ പെയിന്റ് ചെയ്തിട്ട് പൊരുത്തം വന്ന് കൊടുക്കുന്ന നോക്കി കൊടുത്തു. അങ്ങനെ കിട്ടിയ 1,500 രൂപ. ആരിവിടെ പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ചത്? ഞാൻ അറിയാതെ ക്ലീറ്റോനെ പറ്റി പിന്നെയും ചിന്തിച്ചു പോയി. ഞാൻ സത്യം പറയട്ടെ, എനിക്കൊരു 1,500 രൂപ എവിടെ നിന്നെങ്കിലും എന്താ? ഞാൻ ഇവിടെ വന്ന് ആഹാരം ചോദിച്ചപ്പോ നിങ്ങളുടെ വായി മിസൈൽ ഇരിക്കുവായിരുന്നോ പെണ്ണുപിള്ളേ? എന്നോട് ചോദിച്ചാൽ ഞാൻ എടുത്ത് തരത്തില്ലായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, നിന്റെ കയ്യിൽ ഒരു കാലത്തും കാണാറില്ലല്ലോ. എന്നെ ഊശിയാക്കി കണ്ട്. എങ്ങനെ ഇരിക്കുന്നത്? നിന്റെ തങ്കം ചേട്ടത്തിനോട് നിനക്ക് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്, പക്ഷെ പൈസ തരായില്ല. എന്തെങ്കിലും ചെയ്തു തരണം, ഇല്ലെങ്കിൽ ഞാനും നീ ഉത്തരത്തിന് കെട്ടി തൂങ്ങി ചാവും. നിങ്ങളുടെ വീട്ടിൽ താങ്ങാൻ പറ്റിയ ഉത്തരം? ഇതിപ്പോ പെട്ടെന്ന് 1,500 കാര്യം എന്തോ? ലില്ലി പെണ്ണിന്റെ മുമ്പിൽ പിടിച്ചു വെക്കാൻ എനിക്ക് വേറെ വഴിയില്ല. അവൾ അല്ലെങ്കിൽ ഇന്ന് എന്റെ നാണം കെടുത്തു. നമ്മുടെ ക്ലീറ്റോ ഉണ്ടല്ലോ, നമ്മുടെ ക്ലീറ്റോ എന്നെ വീടിനെ ചതിച്ചോണ്ടിരിക്കുക. എന്റെ കയ്യിൽ നിന്ന് ഓരോ അടവും പറഞ്ഞ് എന്റെ കയ്യിരിക്കണ പൈസ മേടിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ എനിക്ക് തരൂല്ലടാ. എനിക്ക് പൈസ വേണം റൊണാൾഡോ, എനിക്ക് എവിടുന്നെങ്കിലും പൈസ. ഇപ്പൊ എന്തോ പറയാനാണ്, ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ചോദിക്കാനാണെങ്കിൽ റോസ്മേരിക്ക് ഇന്നലെ 2,000 രൂപ പഞ്ചറുടെ അനിയുടെ ഇന്നാ മേടിച്ചു കൊടുത്ത്. അവന് മറ്റന്നാ കൊടുക്കണം. നിന്നിപ്പി കലമച്ചമ്പടം ചോദിച്ചു. ഇന്നലെ പോയി വേറെ ആവശ്യത്തിന് മേടിച്ചായിരുന്നു. ഇന്ന് ഞാൻ എങ്ങനെയാടാ പൈസ മേടിക്കുന്നത്? അമ്മയുടെ ഈ പെൻഷൻ പൈസ മിച്ചൊന്നുമില്ലേ? അമ്മയുടെ കയ്യിൽ ചോദിച്ചില്ല. പെട്ടെന്ന് പൈസ വേണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പണയം വെക്കണം, അല്ലെന്നുണ്ടെ വിൽക്കണം. അങ്ങനെ എന്തായാലും ആണെങ്കിൽ പെട്ടെന്ന് പൈസ കിട്ടും. ഇരിക്കുന്നുണ്ട. സ്വർണം മാത്രമല്ല, വേറെ എന്തോന്ന്? നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്നൊരു കിണ്ടിയില്ലേ,
നല്ല വില കിട്ടും, എടുക്കുന്ന ടീംസ് ഉണ്ട്. ഓടാ അവിടുന്ന്. അയ്യാടാ. അല്ല പണയം വെക്കാം 2 ദിവസത്തേക്ക്. അങ്ങനെ സാധനങ്ങൾ വിറ്റിട്ട് കടം തീർക്കണ വീട്ടുകാരാണ് ഞങ്ങള് പണ്ട് വലിയ തറവാടികളായിരുന്നു. ബാക്കി പിന്നെ തറവാടികൾ എവിടുന്നേലും ഒപ്പിക്കട്ടെ, എന്നെ കൊണ്ട് നടക്കില്ല. കിണ്ടി അല്ലാതെ വേറെ ഒന്നുമില്ലേടാ. കിണ്ടി ഞങ്ങളുടെ പാരമ്പര്യ സ്വത്തല്ലേ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഐറ്റം ഉപയോഗശൂന്യമായിട്ട് ഇരിപ്പുണ്ട്. ക്ലീറ്റോയാ? ഞാൻ എന്റെ ചേട്ടനെ കൊണ്ട് തരാൻ പറയരുത് കേട്ടല്ലോ. ഉപയോഗശൂന്യം എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞതാ. അങ്ങനൊന്നുമല്ല. വേറെന്താ? ബാ, എവിടെ? നിങ്ങളുടെ പത്തായത്തിൽ തന്നെ ഉണ്ട്. ബാ. എവിടെയോ? വാരേട്ടത്തി ഇങ്ങോട്ട്. എന്തോടാ? ഈ ഗ്യാസിന്റെ പുറയിലേ ഒരു സാധനം വിത്ത് പാകി മുളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിങ്ങോട്ട്. അത് സാധനം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മറ്റേ ചുവന്ന പാത്രത്തിനകത്തൊരു കലം വെച്ചൊരു സാധനമില്ലേ? തെർമൽ കുക്കറാ? അങ്ങേട് അതിവിടെ വെറുതെ കുറച്ച് നാളുകൊണ്ടിരിക്കല്ലേ, അത് നമുക്ക് കൊടുത്ത് കാശ് മേടിക്കാവുന്നു. 10,000-3000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച സാധനം വിറ്റ് കാശ് മേടിക്കാനാ? നിങ്ങൾക്ക് 1500 ആവശ്യമുണ്ടോ? ഇത് ഉപയോഗിക്കാതെ ഇവിടെ എത്ര നാളുകൊണ്ടിരിക്കുക? ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ വേറെ വല്ലതും കൊടുക്കാടാ? വേറെ എനിക്ക് ശരി, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാം. നിന്റെ ആ ടൂൾ ബോക്സ് അങ്ങ് വിറ്റാലോ? എന്നിട്ട് വേണം നിങ്ങൾ ആങ്ങളെ എന്റെ കഴുത്ത് കണ്ടിച്ച് ലങ്കയിൽ എറിയാൻ. എടുക്കാൻ പാടാ. ഞാൻ എത്രത്തോളം പാത്ത് വെക്ക്. ഇതെന്ത് നാഗവലിയുടെ ചെലങ്കയായി ഇത്രയും കൊണ്ട് അകത്ത് വെക്ക്. അയ്യോ എന്റെ ചട്ടി. ഇല്ല അടങ്ങ്. ഇതേ പൊട്ടിച്ചിട്ട് പോലുമില്ല ഞാൻ. എടാ നല്ല ഒന്നാന്തരമാടാ. പൈസ വേണ്ടേ? കണ്ട് കൊതി പോലും തീർന്നില്ല. കണ്ടു കൊതി തീരെന്തോ കൈക്കുഞ്ഞു. പുത്തനാണ് പുത്തൻ. എത്ര രൂപ കൊടുക്കും? അതിപ്പം ഇത് എത്ര രൂപ മേടിച്ചു? 3000 രൂപ മേടിച്ചതാ. ചോദിക്കാം. ആക്രി പൗലോസ്. ആക്രിക്കാർക്കാണോ കൊടുക്കുന്നത്? അവരല്ലേ എടുക്കത്തുള്ളൂ. പൗലോസ് റൊണാൾഡോ. അത് ഞാൻ പറയാം. ഇത് എന്റെ പേരെന്താ? ഒരു തെർമൽ കുക്കർ ഉണ്ട്. പുത്ത സാധനം 3500 കൊടുത്ത് ഞങ്ങൾ മേടിച്ചതാ. അത് നോക്കണ്ട, പുത്ത സാധനം ഇല്ലയോ. ഇതിപ്പോ നിങ്ങൾ ആക്രിക്കൊന്നും കൊടുക്കത്തില്ല. ഇത് നിങ്ങൾ നല്ല വിലക്ക് വിൽക്കും. 2500 ആണെങ്കിൽ തരാം. കിട്ടത്തില്ല. 2 വേണ്ടോ? 2 രൂപ വേണ്ട. പോട്ടെ, ഒരു 1750. ശരി ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എനിക്ക് കൈ പൈസ വേണേ, ഞാൻ തരാനെന്താ കുറയ്ക്കാൻ നിൽക്കില്ല. വേറെ ഏർപ്പെടാം. ശരി. 1750 രൂപയ്ക്ക് ഭയങ്കര നഷ്ടമാണ്. 1750 ഇല്ല, 1500 രൂപയേ ഉള്ളൂ. വേലും കൊണ്ടുപോകാൻ എനിക്കൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ കൈ ഇടുക, പെട്ടെന്ന് കവറിനകത്താക്കിക്കോ. നമ്മൾ വിചാരിച്ചാൽ പരിപാടി ഇല്ലാതെ. ഇതാ ഒന്നും എടുത്തു വെക്കരുതെന്ന് പറയണേ. ഉപയോഗിച്ചെങ്കിൽ അങ്ങനെയെങ്കിലും വിഷമമില്ലാതിരുന്നേ. വിറ്റത് പോക്കർ വാങ്ങിയത് ബൂബക്കർ. വിറ്റത് പോക്കർ. ഞങ്ങളുടെ വർഷാപ്പിലിക്ക അല്ലല്ല, നമ്മുടെ ആക്രിക്കാരൻ പൗലോസച്ചാൻ്റെ വരെ. എന്തിനെ? ചുളിവിലെ ഒരു തെർമൽ കുക്കർ കിട്ടി. അപ്പൊ അതൊരു വില പറഞ്ഞ് ഉറപ്പിച്ച് കൊടുക്കാൻ പോവാ. വിൽക്കാനാ? അത് നീ ഇവിടുന്ന് കൊണ്ടുപോകണം എന്തിനാ? അത് ഞാൻ തങ്കച്ചേട്ടത്തിക്ക് വേണോന്ന് ചോദിച്ചു. അപ്പൊ തങ്കച്ചേട്ടത്തിന്റെ ഇത്ര പൈസ ഇല്ല. വേണോ? മൈ കൊടുക്കാം. തെർമൽ കുക്കർ പുത്ത സാധനം. ഞാനാണിത് പൊട്ടിച്ചത്. പുത്തൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. ഇത് സാധാരണ ഇത് വിൽക്കുന്ന കടകളിൽ കാണും. പിന്നെ വീടുകൾ, ഒരുമാതിരിപ്പെട്ട വീടുകളിൽ അടുക്കളയിലെല്ലാം കാണും. അല്ല, അനക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നീ വരണ വഴിക്ക് വിൽക്കലുള്ളൂ. നീ എന്തിനപ്പോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോ? ഇത് 2 ദിവസമായിട്ട് എന്റെ റൂമിൽ ഇരുന്നയാ. ഇപ്പോഴാണ് അത് വിൽക്കാനുള്ള സെറ്റായത്. അപ്പൊ വില വിളിച്ച് ചോദിച്ചപ്പോ വില പറഞ്ഞു. കൊടുക്കാന്ന് വരും. ഇരിക്കും, ഞാൻ പോയിട്ട് ഒരു സംശയം തീർത്തിട്ട് പോയാ. എന്ത് സംശയം? തങ്കത്തിന്റെ ആണോ ചോദിക്കട്ടെ. അതെന്ത് ഇത് വേണം? അതെ, നിന്റെ സ്വഭാവം അനുസരിച്ച് നീ കള്ളനാക്കുന്ന പരിപാടിയാണ്. നീ കള്ളനാണല്ലോ, നീ അങ്ങനെയല്ലേ ചെയ്യാൻ. ഇത് പറയാൻ പറ്റില്ല. ഇവിടെ ആരും ഇല്ലാത്ത സമയം ഞാനേ എനിക്ക് അങ്ങനെ അന്നെ അത്ര വിശ്വാസം. അവള് കണ്ടേ, കണ്ട് പറഞ്ഞിട്ട് നീ പോയിക്കോ. അതിനെന്താ? തങ്കം ഒന്നിട്ട് വന്നേ.
ഒരു മിനിറ്റ്. എന്താ അത്? ഇത് ഇവിടുത്തെ അല്ലേ? ഏ? അത് എന്താ അത്? കുക്കറ്. ഇത് ഞാൻ ഇവിടുന്ന് മോട്ടിച്ചോണ്ട് വിൽക്കാൻ പോവുകയാണോ എന്നാണ് പുള്ളിയുടെ സംശയം. എന്റെ ഈശ്വര, എന്താ അമ്മാവ ഇങ്ങനെ പറയണത്? അവനങ്ങനെ ഒരു സാധനം മോഷ്ടിക്കേണ്ട കാര്യമുണ്ടോ? ഇത് എന്റെ മുതല്, ഞാൻ ഇവിടെ വെച്ചിട്ട് അത് വിൽക്കാൻ കൊണ്ടുപോയാ. അത് ഞാൻ ഇവിടുന്ന് ഇത് മോട്ടിച്ച നിന്റെ ആണോ? അല്ല, സ്വഭാവം കൊടുത്ത് നിന്നെ കാണിക്കാൻ വന്നതാണോ ഇത്? അത് തന്നെ എന്നെ കാണിക്കാൻ വന്നു. എനിക്കിത് വേണോന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാണിക്കാൻ വന്ന തന്നെയാണ് ഇല്ലേ? പിന്നല്ലാതെ. അല്ല, ഞാൻ അവൻ വിൽക്കാൻ പോണ ഒരു സാധനം വിറ്റിട്ട് ഇങ്ങോട്ട് വരാറാ പതിവ്. എവിടെന്ന് കൊണ്ടുപോകണ്ടപ്പോ ഒരു സംശയം, ഇത് നിന്റെ ആണോ? ഇത് 2 ദിവസമായിട്ട് എന്റെ മുറി ഇരുന്നയാ. വിൽക്കാൻ നേരം ഞാൻ ചേട്ടത്തി എടുത്ത് കാണിച്ചപ്പോ ചേട്ടത്തി വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടേക്കോ ഇത് വിറ്റില്ലേടാ ഇതുവരെ? പോയ വഴിക്ക് പിടിച്ചോണ്ട് വരുമില്ലേ കള്ളനെന്നും പറഞ്ഞോണ്ട്. അതെ, നീ മാമനോട് കുറച്ച് പൈസ വെച്ചില്ല, എന്റെ ഇപ്പൊ ഇല്ലടി എടുക്കാൻ. അത് സാരമില്ല. അല്ലേ, നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരത്തിനുള്ളിലേക്ക് തരാട്ടാ. ലില്ലി എങ്ങടെ പോയിന്ന്? ഡാൻസ് ക്ലാസ്സിന് പോയി. കുക്കർ വിറ്റത് പോക്കർ വാങ്ങിയത് ഇല്ലിപ്പണേ. ഇതെവിടെ പോണേ? ഞാനേ ഇത് വിൽക്കാനായിട്ട്. എന്തു ഇത്? ഇതൊരു തെർമൽ കുക്കർ ചുളുവലക്ക് കിട്ടിയതാ. അപ്പൊ ഇതുകൊണ്ട് വെക്കാന്ന് വിചാരിച്ചു. കുക്കറാ ഒന്ന് കാണിച്ച്. പുത്ത സാധനം, നമ്മുടെ ഒരു കെയർ ഓഫി വന്ന സാധനം. ഇത് കണക്കത്തെ ഒരെണ്ണം ചേച്ചിക്കുണ്ട്. അതുകൊണ്ട് മേടിച്ചില്ല. ഞാൻ തങ്കച്ചേട്ടത്തി എടുത്ത് വേണോന്ന് ചോദിച്ചു. അപ്പൊ വേണ്ട. ആർക്ക് കൊണ്ട് കൊടുക്കാൻ പോവാ? ഇത് ഇവിടെ ആക്രിക്കട അടുത്തുനിന്ന് പൗലോസ് അച്ചാൻ വില പറഞ്ഞു കൊടുക്കാൻ പോകും. എത്ര രൂപ പറഞ്ഞത്? പിന്നെ പുള്ളി 14 വില പറഞ്ഞു. ലില്ലിപ്പണ്ണിന് വേണോ? എനിക്ക് ഒരെണ്ണം വേണമായിരുന്നു. തലേന്നൊക്കെ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചാലേ രാവിലെ ആകുമ്പോ ഭയങ്കര സുഖമായിരിക്കും. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. 2000 രൂപ. എനിക്കില്ല ഇത്. 2000 രൂപ. ആ ചേട്ടന് എത്ര രൂപയൊക്കെ കൊടുക്കാൻ പോണത്? അയാള് പിന്നെ സത്യം പറ. 1500. അപ്പൊ ഞാൻ 1000 രൂപ തരാം. 1000 രൂപ വേണ്ട. 1250. നടക്കത്തില്ല. 1500 വില പറഞ്ഞാൽ പിന്നെ എന്തിനാ കുറയ്ക്കുന്നത്? എനിക്ക് പൈസക്ക് ആവശ്യം. ലില്ലിപ്പണ്ണല്ലേ? ലില്ലിപ്പണ്ണ ആയോണ്ട് 1750. വേണ്ട, 1500. അതെന്ത് അയാൾക്ക് കൊടുക്കണം? 1500, എനിക്ക് 1750. അത് കൊള്ളാലോ. അവിടെ നിൽക്ക്, ഞാൻ ഏട്ടനെ വിളിച്ച് ചോദിക്കട്ടെ. ചോദിച്ചോ. ഹലോ ഏട്ടാ, ഇതേ ഞാനേ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വഴി വെച്ച് റൊണാൾഡോ അച്ചാച്ചനെ കണ്ടേ. റൊണാൾഡോ അച്ചാച്ചന്റെ കയ്യിലേ ഒരു തെർമൽ കുക്കർ ഇരിക്കുന്നു. ആർക്ക് കൊടുക്കാനോ? പഴയത് ആരും ഉപയോഗിച്ചിട്ടില്ല, അപ്പൊ അത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു അവിടെ ഏതൊരു ചേട്ടന്. 1500 രൂപ. അപ്പൊ എനിക്ക് നമുക്കതില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഏട്ടനോട് പറഞ്ഞില്ലേ ഒരു തെർമൽ കുക്കർ വേണോന്ന്. പുത്തനാ. ഇതാകുമ്പോ രാത്രിയൊക്കെ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോ സുഖമാവും കേട്ടാ. 1500 കൊടുത്താ മതി. അതിൽ കുറവൊന്നും സമ്മതിക്കണില്ല. എടുത്തോട്ടെ എന്നെങ്കിൽ. കടയിലാണെങ്കിൽ അതിൽ കൂടുതലാവും. 3000 രൂപ പൈസ ഇപ്പൊ എങ്ങനെയാ? ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കോ? അത് ഞാൻ പറയാം. ശരി. ഇല്ലില്ല, കയ്യില് പൈസ ആയിട്ട് ഇരിപ്പുണ്ടെന്ന്. അപ്പൊ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരുമ്പോ തരാം. ചേട്ടൻ വരുമ്പോ തരുമെന്ന്. എന്തൊരു നാടത്. പിന്നെ അത്ര വിശ്വാസം ഇല്ലേ? എനിക്ക് പൈസ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ തരും. 1500 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. തരും. കുക്കർ വിറ്റത് പോക്കർ വാങ്ങിയത് ബൂബക്കർ. റൊണാൾഡേ എന്തായി? വിറ്റാ? പിന്നെ വിറ്റാ? പോയി കഴിഞ്ഞാൽ വിൽക്കാതിരിക്കാം പെട്ടെന്ന്. ഈശ്വരാ, ആ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് അവളുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ. പൈസ കിട്ടിയില്ല. പൈസ കിട്ടാച്ച സമയം എടുക്കും. നീയല്ലേടാ പറഞ്ഞു എനിക്ക് ഇന്ന് വൈകുന്നേരം ആവശ്യമുള്ളതല്ലേ റൊണാൾഡോ, എനിക്ക് ഒന്ന് കൊടുക്കണ്ടേ? അവള് തന്നെയാണ് കുക്കർ മേടിച്ചത്. ലില്ലിപ്പണ്ണ കുക്കർ മേടിച്ചത്. പറയട്ടെ. ഞാൻ അതുകൊണ്ട് ആ ഗേറ്റ് കിടന്നപ്പോ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലില്ലിപ്പണ്ണനെ എവിടെ വെച്ച് കണ്ടു. അവൾക്ക് അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മേടിച്ചു. എന്നോട് ഞാൻ അവക്കത് കൊടുക്കാൻ പറഞ്ഞോ? പൈസ കനകം മച്ചമ്പി ഇപ്പൊ വരുമ്പോ തരാമെന്ന് പറഞ്ഞു. എടാ പൊട്ടാ, ഇവിടത്തെ പാത്രമൊന്നും നമുക്ക് മനസ്സിലാകും. അത് നിങ്ങളുടെ കുന്തപ്പനാന്റെ നമുക്ക് മനസ്സിലായില്ല. എന്റെ പെണ്ണുമ്പിള്ളേ മനസ്സിലായില്ലേ? എന്റെ പൊന്നു റൊണാൾഡേ, അവക്ക് പോലും കണ്ടറിയാം. അവൾ എന്നോട് പറഞ്ഞു ഇതേപോലെയുള്ള തങ്കഞ്ചേട്ടത്തിക്ക് കൊണ്ട് അന്നേ മനസ്സിൽ വിചാരിച്ചിരുന്ന ഞാൻ മേടിക്കണമെന്ന്. അപ്പോഴാ എന്തായാലും കൊണ്ടുവന്നെന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന്. ഉറപ്പാണോ?
എന്റെ കുടങ്ങാള മാതാവാണ് സത്യം, തങ്കം ചേട്ടത്തിയാണ് സത്യം, എന്റെ ഈ തിരുവയറാണ് സത്യം. തീർന്നേ. അപ്പൊ പൈസ ഇപ്പൊ തരുന്നു? പച്ചമ്പി ഉച്ചയ്ക്ക് അങ്ങോട്ട് വരുമോ? ഉച്ചയ്ക്ക് വരും. SP ഓഫീസിൽ അങ്ങാണ്ട് പോയേക്കും. അന്നേരം പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 1500. അതെ, നിന്ന് ഇത്ര സാമ്പത്തിക തിരിമറി നടത്തിയ എനിക്കെന്താ കിട്ടും? 1500 അല്ലേ നീ മേടിച്ചു തരുന്നത്? 1500 അവക്ക് കൊടുക്കണ്ടേ? പിന്നെ ഞാൻ എന്ത് തരാനാടാ? നൈറ്റ് പൂരിയും ചപ്പത്തിയും മുട്ടക്കറി ആവാലോ. ഒരു പാല വിട്ടാൽ. നീ എന്താ ഇവിടെ വെറുതെ ഇരിക്കുന്നു? നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? ഞാൻ വെറുതെ ഇരിക്കണു. ഇനിയിപ്പോ എന്താ കുഴപ്പം? ഈ അങ്ങനെ വെറുതെ ഇരിക്കാറില്ലല്ലോ, എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഞാൻ വെറുതെ ഇരുന്നത്, എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കണേ. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടാ. അകത്തിരുന്നപ്പോ ചൂടെടുത്ത്, അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഇതെന്ത് പാടിത്? എന്നാല് ഇത്രയും നാള് കഴിഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു കള്ളന്റെ പടവാ എന്നെ കുറിച്ച്. ഇവിടെ പിന്നെ ഒരു കാശിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിന്റെ കയ്യിലുള്ള കുക്കർ നീ കൊണ്ടുപോയി വെക്കാണ്ട് ഈ തങ്കത്തിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയി കണ്ട ആർക്കാരും സംശയം തോന്നില്ലേ? അത് അന്നേരം തന്നെ കൂട്ടി ചോദിച്ചപ്പോ മനസ്സിലായല്ലോ. മനസ്സിലായപ്പോ ഞാൻ വിട്ടല്ലോ. എന്നിട്ട് ഒരു സോറി പറയാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് തോന്നിയോ? വലിയ തറവാടികളാന്നും പറഞ്ഞു നടക്കുന്നു. അല്ല, സംശയം തോന്നി, അത് അറിഞ്ഞില്ലേ സംശയം തോന്നിയതാണെന്ന്. പിന്നെന്തിനൊരു സംശയം തോന്നി ഒരാളെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അതല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളോട് സോറി പറയേണ്ട ഒരു ഇതുണ്ട്. ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഞാനത് ഇവളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ആരുടെയും ആളില്ലാത്തപ്പോ എടുത്തോണ്ട് നിനക്ക് ആ സ്വഭാവം ഉണ്ടല്ലോ പറഞ്ഞു. ഞാൻ വിട്ടല്ലോ, എനിക്കത് മനസ്സിലായി. സോറി മതിയാ. എന്തായാലും ഇപ്പൊ കൊടുത്തിട്ട് കാശ് കിട്ടിയല്ലോ, സമാധാനം ഇല്ല. പൈസ കിട്ടിയില്ല, അതല്ലേ ഇവിടെ ഇരിക്കുന്നേ. കനകമച്ചമ്പി വരുമ്പോഴേ തരത്തുള്ളൂ, ലിലിപ്പണ്ടേ ഇല്ല. വരുമ്പോ തരുമായിരിക്കും. എനിക്ക് അത്യാവശ്യം തരുവാണെങ്കിൽ തരട്ടെ, എനിക്കെന്താ. സ്പെയർ പാർട്സിന് കൊടുക്കാറില്ല, കിട്ടിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ തരും. വരേണ്ട സമയം കഴിയുകയും ചെയ്തു. അച്ചമ്പി വരുന്നു. ഒരുപാട് താമസിച്ചോ അച്ചമ്പി? ഇല്ലല്ലോ, നേരത്തെ അല്ലേ നീ വരണ്ടത് പറഞ്ഞപ്പോ ഞാൻ കാത്തിരുന്ന. ഇനിയിപ്പോ നീ വന്നിട്ട് വേണമൊക്കെയാണ് പോവാൻ. ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നതാ, പണിയൊന്നും ഇല്ലാത്ത കാരണം വെറുതെ ഇരുന്നതാ. നല്ലല്ലേ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഇരിക്കണ. ഇപ്പൊ എന്താ കുഴപ്പം? അത് തന്നെ വന്നാ കണ്ട, ഒരു കുഴപ്പമില്ല. അമ്മാന് മാത്രം കള്ളത്തരം തോന്നുന്നു. എവിടെ പൈസ അങ്ങ് കൊടുത്തേക്ക്? എത്രടാ മൊത്തം? 1500. 2000 രൂപയ്ക്ക് 2000 രൂപ കിട്ടും. അത് കടയില്. ഇത് പഴയതല്ലേ? അല്ല, കടയിലൊക്കെ 3000 കിട്ടും. 1500 ലാഭം. അറിഞ്ഞത് നന്നായി. ഇച്ചിരി പഴയതല്ലേ? പക്ഷെ അത് ആരുവേ ഉപയോഗിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഉപയോഗിച്ചിട്ടില്ല. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവൂലേ? നുണ പറയല്ലേ കനക, അത് കവർ പൊട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ആരും ഉപയോഗിച്ചിട്ടില്ല. എന്നെ റൊണാൾഡ് എന്റെ അടുത്തല്ലേ കൊണ്ടുവന്നത്. അല്ലെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വേറെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സെക്കൻഡ് ഹാൻഡാ സാധനം. ശരി, അത് കുഴപ്പമില്ല. ഇനി ഇതിനെ അന്വേഷിച്ച് വേറെ ആരും വരുന്നില്ലല്ലോ. ആരും വരത്തില്ല. പിടിച്ചോടി. ചോദിച്ചാൽ മൊത്തത്തിലടാ 1500. 1500 അല്ലേ? എങ്ങനെ നോക്കിയാലും ലാഭമാ. കടയിൽ പോയി മേടിക്കുന്ന 3000 രൂപ. ലില്ലിപ്പെണ്ണിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടോ കൂലി, പിന്നെ എന്തായാലും ലില്ലിപ്പെണ്ണ എന്തെങ്കിലും മേടിക്കുമല്ലോ. 5000 രൂപ ലാഭമായിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ ചേച്ചി. എടാ പിന്നെ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവരണം. ഓ കുഴപ്പമില്ല. കാശുകൾ 1500. 1000 മുമ്പൊരിക്കൽ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് 400 മേടിച്ചു. 1000, 400, 100. അല്ല അത് പിന്നെ പറ. ഇതിപ്പോ 1500 പല പ്രാവശ്യം വെച്ചിട്ട് തന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് ഒപ്പിക്കാൻ പറ്റുള്ളത്. അയ്യോ, ഞാൻ ഈ പൈസക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരുന്നേ. എന്തിന്? കുക്കറാത്തിരിക്കല്ലേ? പിന്നെ കുഴപ്പമില്ല. ലില്ലിപ്പെണ്ണ ആ പൈസ കൊടുക്ക. അതിപ്പോ ഇന്നിപ്പോ കുഴപ്പമില്ല, ഇതിലങ്ങ് പോട്ടെ, സാരമില്ല. നീ ഇത് എല്ലാവർക്കും കാശ് കൊടുക്കാനാ? നീ എനിക്ക് 1000 റുപ്യ തരാല്ലേ? അതിപ്പോ ഈ കനകൻ അണക്ക് തരുമ്പോ കയ്യോടെ എൻ്റെ മേടിക്കാൻ വെച്ചിട്ടാ ഞാൻ നിന്ന്. ഇവള് രാവിലെ വിളിച്ച് പാവനോട് 1500 റുപ്യ വെച്ചു. സത്യമോൾ അപ്പൻ്റെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവൻ കൊടുന്നു തരുമ്പോ 1000 കിട്ടി. അതേലും അണക്ക് തരാലോ വെച്ചിട്ടാ ഞാൻ നിന്ന്. അയ്യോ, എനിക്ക് പൈസ വേണ്ട, എനിക്ക് പൈസ കിട്ടിയായിരുന്നു. അതെ, കഷ്ടം.
News.